ഹായ് ഫ്രണ്ട്സ്, എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഒരു സീസൺ ആവുമ്പോൾ ഒരു ഇൻസിഡന്റ് നടന്ന അതിന്റെ തുടർച്ചയായിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. പല പല ഭാഗത്തായിട്ട് കേരളത്തിൽ പല പല ഭാഗത്തായിട്ട് വീണ്ടും വീണ്ടും സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തിന്റെ പേരിൽ? സ്ത്രീധനത്തിന്റെ പേരിൽ. ചിലർ പ്രണയിച്ചിട്ട് പോലും കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഇത്ര രൂപയുടെ സ്വത്ത് വേണം, അല്ലെങ്കിൽ ഇത്ര സ്വർണം വേണം, ഇത്ര ഏക്കർ ഭൂമി വേണം, ഈ കാറ് വേണം എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്യുന്നു. ചിലരാണെങ്കിലോ കല്യാണത്തിന്റെ സമയത്ത് ഡിമാൻഡ് ഒന്നും ചെയ്യാതെ ഒരു കാര്യം പ്രതീക്ഷിക്കും, അത് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് കൊല്ലാക്കൊല ചെയ്യണം. നമുക്ക് എന്തായാലും ന്യൂസിൽ വന്നിട്ടുള്ള ആ ഒരു ക്ലിപ്പ് നോക്കി നോക്കാം. മീഡിയ വണ് മാത്രമാണ് ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടിരിക്കുന്നത് നിലവിൽ. ഇനിയിപ്പോൾ അത് വലിയ ചർച്ചയാവുമോ എന്നുള്ളത് അറിയില്ല. ആവണം. എന്താന്ന് വെച്ചാൽ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ എന്തായാലും അതൊന്ന് പ്ലേ ചെയ്യാം. തൃശൂർ കല്ലുംപുറത്ത് ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തത് സ്ത്രീധന പീഡനത്തെ തുടർന്നെന്ന് പരാതി. പാലക്കാട് ചാലിശ്ശേരി സ്വദേശി സെബീനയാണ് 1 മാസം മുൻപ് ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത്. പീഡനം നേരിട്ടെന്ന് പറയുന്ന ഓഡിയോ സന്ദേശങ്ങളും ദൃശ്യങ്ങളും മീഡിയ വണ്ണിന് ലഭിച്ചു. ഭർത്താവ് സൈൻലാബ്ദീനും കുടുംബവും ഒളിവിലെന്ന് പോലീസ്. ഹലോ, എന്നോട് ഇവിടെ നിൽക്കാൻ നാളെന്ത് ചോദിച്ചിട്ട് ഇന്നിട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്ക്. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല. ഇറങ്ങി പോയിക്കൊണ്ട് എന്നെ വേണ്ടെന്ന് ഞാനല്ലേ പറയുന്നത്. എന്തെങ്കിലും പ്രാന്താക്കുമ്പ എനിക്ക് നാളെ ഇതിനോട് നിൽക്കാൻ വേണ്ട എത്ര ആഴ്ച പറഞ്ഞത് എപ്പം തുടങ്ങിയതമ്മ. ഇതിനോട് പുറത്തു കറിയ. ഞാൻ എന്ത് ചെയ്യാൻ കറിയില്ല. എനിക്ക് വയ്യ. ഇപ്പം അമ്മച്ചന് ഓരോന്നും ഞാൻ പറയോ, അപ്പം എമ്മ അങ്ങനെ കരയോ. അപ്പം ഇപ്പച്ചി ഞാൻ വിളിക്കണ്ട, വിളിച്ച നടക്കില്ല പറയാം. അപ്പം അമ്മച്ചി കരയോ. ആ കടയെ കൊടുത്തിട്ട് പിന്നെ പണത്തിന് വേണ്ടിയിട്ട് ഇതാക്കും. എപ്പച്ചി അമ്മച്ചിനെ ഇങ്ങനെ അടിക്കുക, തല്ലൂടുക, ഇതൊക്കെ ഉണ്ട്. അതിൽ പല പ്രാവശ്യം ഞാൻ പലതും കൊടുത്ത് സഹായിച്ചു. എന്നിട്ടും എൻ്റെ മോൾക്ക് പീഡനം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർ തല്ലിയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫോൺ ഇവർ പിടിച്ചു വെക്കുക. മോള് വീഡിയോ എടുക്കുമ്പോൾ ഇവർ 5 പേരും കൂടി പിടിച്ചു വെക്കുക. പിന്നെ ഉപ്പിയും ഉമ്മിയും പിന്നെ അസീനിയും ജസിനി അബ്ബാസും കൂടിയിട്ടാണ് മൊബൈൽ പിടിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ മൊബൈൽ എറിഞ്ഞ് പിടിക്കുക. 4 മൊബൈലും കൊടുത്തയച്ചു. ഈ 4 മൊബൈലും അവർ എറിഞ്ഞ് പിടിച്ചിരിക്കണം. അപ്പോൾ അതിൽ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിരന്തരം പീഡനം തന്നെ. പിന്നെ സാമ്പത്തികം അവർക്ക് പൈസ വേണം. പൈസ എൻ്റെ മോളെ കൊന്നു തൂക്കിയതാണ്. എല്ലാ ആഭരണങ്ങളും കൊടുത്ത് എല്ലാം ചെയ്ത് ഞങ്ങൾ പല പ്രാവശ്യം ഇടപാട് ചോദിച്ചു, പല പ്രാവശ്യം. അപ്പോൾ 8 ലക്ഷം റുപ്യ വേണം, 8 ലക്ഷം റുപ്യ വേണം. ഈ 8 ലക്ഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പറയും എൻ്റെ മോനിക്ക് വേറെ പെണ്ണ് കിട്ടില്ല, ഞങ്ങൾ ഇടപാട് തീർക്കാനല്ലേ പെണ്ണ് കിട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇക്ക് ഇടപാട് തരാണ്ട്. ഞാനൊരു 5-6 പ്രാവശ്യം ഇടപാട് ചോദിച്ചിട്ടും അവർക്ക് തന്നിട്ടില്ല. ആൾ എന്നൊക്കെ വിളിച്ച് പറയും. അവളെ പെറ്റ തള്ള ഞാൻ 6 മണിക്കൊക്കെ വിളിക്കും. അവൻ 6 മണിക്ക് വിളിച്ചൊക്കെ വിളിക്കും. എന്താ ടെൻഷനായൊക്കെ ടെൻഷനാവും. അപ്പോൾ എന്താ മോളേജ് അറിയണമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അമ്മ പറയും. ഇമ്മാട് പറയും പൈസക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കുമ്പോൾ മൂളുള്ളൂ. അപ്പോൾ അവർ പൈസ തല്ലു കൂടിയൊക്കെ അവൻ്റെ പൈസ വേണ്ടമ്മ തരട്ടാറും. ആ മരിക്കണ മാസം മുന്നേ പോലും എൻ്റെ മോൾക്ക് ഒരു 5 പൈസ അയച്ചു കൊടുത്തില്ല. എന്നിട്ട് ഞാനാണ് ഇവിടെ നിന്ന് 5 കിലോ അരിയും, ഇവിടെ പറയാൻ പറ്റില്ല, 5 കിലോ അരിയും മീനും ചിക്കനൊക്കെ കൂടി എൻ്റെ മോൾക്ക് കൊണ്ടുകൊടുത്തു. അവനാൻ്റെ മക്കളല്ലേ വെച്ചിട്ട്. എന്നിട്ട് അവൻ പറയാം അൻ്റോടുള്ളവരെന്നെ നോക്കുക, ഞാനല്ല നോക്കുക, ഇന്നും കൊണ്ട് വരുമാനമല്ല നോക്കാൻ. അപ്പം നമ്മളീ കൊടുത്ത സ്വർണ്ണം കാര്യങ്ങളൊക്കെ അവർ നക്കിയിട്ട് എൻ്റെ മോളിൽ അവർ വന്നു. ഇവിടെ നമ്മൾ ഈ സ്ത്രീപക്ഷമാണ് നിയമങ്ങളൊക്കെ എന്ന് പറയുമ്പോഴും പക്ഷേ അത് നടപ്പിൽ വരുത്താൻ ഇവിടെ നിയമപാലകരോ പോലീസോ സർക്കാരോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തെളിവുകൾ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ഫോണിൽ നിന്ന് ഇതിൻ്റെ തെളിവുകൾ വോയിസുകളായിട്ടും ആ ഭർത്താവിൻ്റെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള വോയിസുകളടക്കമുണ്ട്. ഒരു കുടുംബം മൊത്തം നിന്നുകൊണ്ട് ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീപക്ഷത്താണ് നിയമം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീപക്ഷത്ത് നിയമം മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് ആലോചിക്കണം. മറ്റുള്ള ഡിമാൻഡുകൾ നോക്കുന്നുണ്ടല്ലോ, ആ ജോലിയുള്ളവരെ വേണ്ടുള്ളൂ, ഈ ജോലിയുള്ളവരെ വേണ്ടുള്ളൂ എന്ന്. ആ ഡിമാൻഡുകൾ ഇവരും നോക്കാതിരിക്കണം. അതുപോലെ തന്നെ പൈസ ലക്ഷ്യമിട്ടിട്ടാണ് ഒരുത്തം വരുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബം വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് തിരിയാതിരിക്കുക. ഇങ്ങനെ ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചും വിട്ട്
ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുന്ന സമയത്തെങ്കിലും ഇവരുടെ ഒരു ഓഡിയോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവർക്ക് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത്? പെൺമക്കളെ എന്താ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ അത്ര മടി? അവരവിടെ ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ, അവരവിടെ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ട് തിരിച്ച് വിളിച്ചു കൊണ്ടുവന്നൂടാ? ഈ അന്തസ്സൊക്കെയാണോ ഈ മക്കളുടെ ജീവനെക്കാട്ടിലും ഈ കുടുംബ അന്തസ്സും കുടുംബ മഹിമയും അതുപോലെ തന്നെ നാട്ടുകാരെന്ത് പറയും എന്നുള്ള സംഭവമൊക്കെയാണോ? നാട്ടുകാർ പറയും, പറഞ്ഞിട്ട് പോവും. അവരൊന്നും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയും. ചീത്ത പറയാനേ നാട്ടുകാർ കൂടുതലും വരുള്ളൂ, നല്ലത് പറയാൻ വേണ്ടി ഒരു നായിൻ്റെ മക്കളും വരില്ല. ഈ ഒരു ന്യൂസിലെ ആ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അപ്പോൾ വേണമെങ്കിൽ അവളെ വിളിച്ചു കൊണ്ടുവരാം, വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. എന്താ അവളൊരു ഭാരമെന്ന് വെച്ചിട്ടാണോ? അവളൊരു ഭാരമാവും, അവളുടെ കുട്ടിയും ഒരു ഭാരമെന്ന് കണ്ടാണോ തിരിച്ചു കൊണ്ടുവരാൻ മടിക്കുന്നത്? ഇവിടെ എന്താ അതിനുള്ള നിയമവ്യവസ്ഥ ഇല്ലേ? അഥവാ അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ ഇത്രയും പേര് ഗ്യാങ്ങായിട്ട് ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ക്രൂവലായിട്ടുള്ള കാര്യമല്ലേ? ക്രിമിനൽ കുറ്റമല്ലേ ഇതെല്ലാം? അപ്പൊ അതെല്ലാം അറിഞ്ഞുകൊണ്ടും ഇവര് ഫോണ് 5 എണ്ണം എറിഞ്ഞു പൊട്ടിച്ചു, 4 എണ്ണം എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അല്ല, ഞാൻ അറിയാതെ ചോദിക്കുക. ഇതിപ്പോ മരിച്ചതിന് ശേഷം ഇവര് പ്രതികരിക്കുന്നു. അതുവരെ എവിടെ പോയി ഇവരുടെയൊക്കെ നാക്ക്? ഒരു സംഭവം ഉണ്ടായാൽ മതി, ഒരു തവണ അനാവശ്യമായിട്ട് മർദ്ദിക്കുക അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ പ്രയോഗിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്നും ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാനസികമായി തളർത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് പോരണം. അല്ലാതെ മരിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒടുവ് ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വേറെ കുട്ടികൾ വന്ന് പറയുന്നു ഈ ഒരു സ്ത്രീപക്ഷത്താണ് നിയമമെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല. സ്ത്രീപക്ഷത്തു നിന്നൊന്നുമല്ല, ഇവിടെ നിയമങ്ങൾ ഏതും പാലിക്കപ്പെടുന്നൊന്നുമില്ല കറക്റ്റായിട്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥ അങ്ങനെയാണ്, എല്ലാ നിയമങ്ങളും ഉണ്ട്. പക്ഷേ അതിലെല്ലാം ഓരോ പഴുതുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതുവഴി രക്ഷപ്പെടാനുള്ള വഴി എല്ലാവർക്കും അറിയാം. നല്ല പൈസ ഒരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ഏത് കേസൊന്നും ഊരിപ്പോരാ. ഇത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ ഒരു ആത്മഹത്യ മാതൃകയായിട്ട് കാണണം. ഒരു കുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ മരിച്ചു, രണ്ടാമത്തെ കുട്ടി മരിച്ചു, അപ്പൊ ഞാനും മരിച്ചു കളയാന്നുകൊണ്ടാണോ ഇവര് മരിക്കുന്നത്? ഈ മരിക്കുന്നവരെ എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇത്രത്തോളം നിസ്സഹായാവസ്ഥ, ഇത്രയും ഓഡിയോ മെസ്സേജ് ഒക്കെ വന്നിട്ടും ഇവർക്ക് എന്തുകൊണ്ട് അവിടെ പോയി വിളിച്ചു കൊണ്ടുവന്നൂടാ? തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നൂടാ? പോലീസിനെ കൊണ്ട് പോകണം? എന്താ പേടിയാണോ അങ്ങോട്ട് പോയിട്ട് കൊണ്ടുവരാൻ? അങ്ങനെ വല്ലതും ആണെങ്കിൽ അതും കൂടി പറയണമല്ലോ. ആ ഒരു കാര്യമൊന്നും പറയുന്നില്ല. പൈസ കൊണ്ട് കൊടുക്കുകയാണ് മകളെ നോക്കുന്നതിന് വേണ്ടി. പിന്നെ ആ ഉണ്ടാക്കാൻ എന്തിനാണ് കല്യാണം കഴിച്ചത്? അല്ലെങ്കിൽ ഭാര്യ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ജോലിക്ക് വിടണം മിസ്റ്റർ. ജോലിക്ക് വിട്ടാൽ എന്താ പറ്റില്ലേ? ജീവിക്കാൻ പൈസ ഇല്ല, നോക്കാൻ പറ്റില്ല. പിള്ളേരെ പഠിത്തമൊക്കെ ഫിനിഷ് ആവുന്നതിന് മുന്നേ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിടണം എന്നുള്ളൊരു ധാരണയാണ് എല്ലാവരും. ഇവിടെ പ്രായപൂർത്തി ആവുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യാൻ തുടങ്ങി കല്യാണം കഴിപ്പിച്ച് വിടാൻ. എന്നിട്ട് എവിടെ എത്തി? എല്ലാം നല്ല ശുഭമായല്ലോ. ആ കുട്ടിക്ക് എന്തോരം ട്രോമ ഉണ്ടോ? മരിച്ച ആളുടെ മകനാണോ മകളാണോ എന്നറിയില്ല, ബ്ലർ ചെയ്തിട്ടുണ്ട്. മകനാണെന്ന് തോന്നുന്നു സൗണ്ട് കേൾക്കുമ്പോൾ. ആ പയ്യന്റെ കാര്യം ഇനി എന്തോ? ഇത്രയൊക്കെ ഡയലോഗ് അടിക്കുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും കൊലയ്ക്ക് കൊടുത്തതല്ലേ? ഇങ്ങനെയുള്ളൊരു ഫാമിലിയിലേക്ക് മകളെ കെട്ടിച്ചു കൊടുത്തതും പോരാ, ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും അവിടെ പോയി അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? മരിച്ചു കഴിഞ്ഞാൽ മാത്രം അങ്ങോട്ട് എൻ്റെ മോളെ കൊന്നു തൂക്കിയതാണെന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇതേപോലെയുള്ള സംഭവം കുറേ കാര്യങ്ങളൊക്കെ നോർമൽ സൂയിസൈഡ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആടിനെ പട്ടിയാക്കാനുള്ള എല്ലാവിധ പരിപാടികളും ഇവിടെ നടന്നു വരുന്നുണ്ട്. പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തെറ്റായ രീതിയിലായിരിക്കും. ഇതിലിപ്പോൾ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി ആളുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കും. 2016 വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായതിനു ശേഷം പ്രതീക്ഷിച്ച സ്ത്രീധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ അവന് ഉളുപ്പുണ്ടോ? അവനൊക്കെ എന്തിനാണെന്ന് പറഞ്ഞ് നടക്കണേ? സ്വന്തം ഭാര്യയെ നോക്കാൻ അല്ലെങ്കിൽ സ്വന്തം കുടുംബം നോക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് പിന്നെ എന്ത് തേങ്ങ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? കല്യാണം കഴിക്കുന്നത് എന്തിനാ? വേറെ ആരാൻ അധ്വാനിച്ച അല്ലെങ്കിൽ ലോൺ എടുത്ത് മുടിഞ്ഞ് തരുന്ന പൈസയും കൊണ്ട് ജീവിക്കാനോ? എനിക്കാണെങ്കിൽ തൂങ്ങി ചാവണ ഭേദം. നീയൊക്കെയാണ് ചാവേണ്ടത്, അല്ലാതെ ഈ പാവപ്പെട്ട പെൺപിള്ളേരല്ല. ഇപ്പോഴും ഞാൻ പറയാണ്, ആത്മഹത്യ ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇവർക്കൊന്നും സംഭവിക്കില്ല. ഇവർ കുറച്ച് ആള് ഒളിവിൽ കഴിയും. അത് കഴിഞ്ഞാൽ അവർ പൂർവാധികം ശക്തിയോടുകൂടി വല്ല സപ്പോർട്ടോടുകൂടി, നിയമത്തിന്റെ സപ്പോർട്ടോടുകൂടി തന്നെ അവർ മുന്നോട്ട് പോകും. പല കഥകളും മെനഞ്ഞുണ്ടാക്കാൻ
കഴിവുള്ളവരായിരിക്കും. ഇത്രയ്ക്കും ക്രൂവലായിട്ട് ചിന്തിക്കുന്നവർക്ക് അതൊക്കെ ഈസിയാണ്. ഇതെല്ലാം നല്ല രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. അതേസമയം നേരിട്ട് പോയി ഫാമിലി പോയി അവളെ തിരിച്ചു കൊണ്ടുവരാനാ പോകുന്നതെന്ന് വെച്ചാൽ രക്ഷപ്പെടുത്തായിരുന്നു ആ കുട്ടിയെ. ഇനിയും ഇതേപോലെ കുറേ കുട്ടികൾ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അമ്മയ്ക്കോ അച്ഛനോ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവും, വീട്ടിൽ ക്രൂരതയാണ് എന്ന് പറഞ്ഞിട്ട്. അതൊന്നും അപ്പം ചെവി കൊടുക്കാതെ എല്ലാം കഴിഞ്ഞ് തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ ഞരമ്പറത്ത് മുറിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് മകള് മരിച്ചതിന് ശേഷം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്ത് തേങ്ങ അരയ്ക്കാനാണ്? എന്ത് നേട്ടമാണ് അതിന് കിട്ടുന്നത്? മരിക്കുന്നതിന് മുന്നേ അവരെ ചേർത്ത് പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരു മനസ്സ് കാണിക്കണം. അതിന് ഇത്രത്തോളം പൈസയൊക്കെ ചിലവാക്കി ലോണൊക്കെ എടുത്ത് മകളെ കെട്ടിച്ചു വിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും പോയി. ഇനി എങ്ങനെ ജീവിക്കുന്നുള്ളൊരു വഴി ഉണ്ടാവില്ല. സ്വന്തം കുടുംബത്തിലും കഞ്ഞി വയ്ക്കാനുള്ള പൈസ ഉണ്ടാവില്ല. ചിലവരുടെയൊക്കെ ലൈഫിലുള്ള കാര്യം ഞാൻ പറയുന്നത്. കടം എടുത്ത് കൂട്ടുകയും ചെയ്തിട്ടുണ്ടാവും. ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ കടമുണ്ടാവും. ചിലപ്പോൾ കല്യാണം നടത്താൻ വേണ്ടി കടം കൊടുത്ത് ഇത്രയും പവനും ഇത്ര കിലോ സ്വർണവും കാറും എല്ലാം കൊടുത്ത് കഴിയുമ്പോഴേക്കും അവിടെ നല്ല റിച്ചായി, ഇവിടെ എന്താവുകയാണ് അവസ്ഥ? ഇവിടെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരുവാണ്. അപ്പം അവിടെ ഈ ഒരു മകളും മകളുടെ മക്കളും കൂടി വരുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അയ്യോ, ആ പൈസ പോയി. എന്തോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണല്ലോ. മകൾക്ക് ജീവിക്കാനുള്ള ഒരു തുകയാണല്ലോ കൊടുക്കുന്നത്. അതും നഷ്ടമാവും. അവർ മകളെ നോക്കൂല, നമ്മൾ നോക്കേണ്ടി വരും എന്ന് പറയുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ഇവിടെ കൂടുതലും എനിക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് തിരിച്ച് വിളിക്കാനൊരു മടി, തിരിച്ച് കൊണ്ടുവരാനൊരു മടി. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും കാരണമുണ്ടെന്ന്. ഇത്രയ്ക്കും ക്രൂരത ചെയ്യുന്ന ഒരു കുടുംബത്തിൽ മക്കളെ പിടിച്ചു നിർത്താൻ എങ്ങനെ സാധിക്കുന്നു? എന്ത് ലോജിക്കായാലുള്ള? മക്കളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പൈസ കൊടുത്താൽ എന്താ ദ്രോഹിക്കണം നിർത്തുമോ? ആ പൈസ തീരുമ്പോൾ പിന്നെയും തുടങ്ങില്ലേ? അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ല. അത് ആദ്യം വരേണ്ടത് കുടുംബത്തിന് തന്നെയാണ്. സ്വന്തം ഈ മക്കളുടെ കുടുംബത്തിനാണ് വരേണ്ടത്. കെട്ടിച്ച് വിട്ടതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നല്ല വേറെ വല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, സാധാരണക്കാരായിരിക്കും, അല്ലെങ്കിൽ വല്ല പ്രൈവറ്റ് ജോബ് ചെയ്യുന്നവരായിരിക്കും. ഇവനിപ്പോൾ എന്ത് ജോലിയാണ്, എന്ത് മണ്ണാകട്ടെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും തന്നെ ആവാനാ വഴി. നല്ല ഹൈ ക്ലാസ് ആയിരിക്കും ടീം. എന്നാലും അവളെ നോക്കാൻ പൈസ ഇല്ലാന്ന്. അരി വാങ്ങിക്കൊണ്ടുപോയി എന്ത്, അതൊക്കെ വാങ്ങിക്കാൻ തന്നെ എങ്ങനെയാണ് നിനക്കൊക്കെ പറ്റുന്നത്? ശരിയപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.